ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് മറ്റൊരു പ്രോഗ്രാമുകളും കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാൻ പാടുള്ളതല്ല. കമ്പ്യൂട്ടർ ഹാങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിക്ടോബ്ലോക്സ് ഓപ്പൺ ആയി വരാൻ ഒരൽപ്പം സമയമെടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പാഠപുസ്തകത്തിൽ അപ്ലോഡ് മോഡിലാണ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ കണ്ടതാണ് സ്റ്റേജ് മോഡിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് സ്റ്റേജ് മോഡിൽ എങ്ങനെ ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്നുള്ളത് എടുത്തു വയ്ക്കണം. തുടർന്ന് ഫോർ അവർ ലൂപ്പാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഫോർ അവർ എന്ന ലൂപ്പ് എടുത്തു വയ്ക്കുന്നു. ഇനി സ്വിച്ച് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ പല ആഘോഷവേളകളിലും ഉപയോഗിക്കുന്ന മിന്നിക്കത്തുന്ന ബൾബുകളുടെ അതേ പ്രവർത്തന തത്വം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അതിനാവശ്യമായിട്ടുള്ള കോഡുകൾ പുതിയതായിട്ട് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഓർഡിനോ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്ന കോഡുകൾ നമുക്കിതിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ ബോർഡ് എന്നതിൽ കണക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡിനോ UNO എന്ന് പറയുന്ന നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണക്ഷൻ്റെ USB കാണിക്കുന്നുണ്ട്. കണക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റേജ് മോഡിൽ നമ്മൾ നൽകുന്ന കോഡുകൾ ഓർഡിനോ UNOയിലേക്ക് നൽകി അത് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ബേസിക് കോഡുകൾ നമ്മൾ ഒരേ ഒരു തവണ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു തവണ UNO കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യുന്നത് വരെ ഈ കോഡുകൾ ഇതിൽ നിലനിൽക്കും. പിന്നീട് നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ്, അതായത് ബോർഡിനുള്ളിൽ വന്ന് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അപ്ലോഡ് ഫേംവെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ വീണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ അപ്ലോഡ് ഫേംവെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരല്പം സമയം അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കും. ഈ സമയം ഡിസ്കണക്റ്റഡ് ആവരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മുടെ കോഡുകൾ സാധാരണ രീതിയിൽ നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതേ സമയം തന്നെ അവിടെ വർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ആവശ്യം ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓർഡിനോ UNOയിൽ നിന്നുള്ള കോഡുകളാണ്. നമ്മൾ എടുക്കുന്നത് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്നുള്ളതാണ്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എന്നാണ് അർത്ഥം, അഥവാ ട്രൂ. അതല്ലെങ്കിൽ ഇതിലേക്ക് കറണ്ട് അല്ലെങ്കിൽ സിഗ്നലുകൾ, നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോഡ് തന്നെ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഓണിൻ്റെ സ്വിച്ചും കോഡും ഓഫിൻ്റെ കോഡും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോഡും കൂടെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് വലിച്ച് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നിലവിലുള്ള കോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള പിന്ന് 7 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 7 എന്ന പിൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ആദ്യത്തേതിൽ ഹൈ എന്നും രണ്ടാമത്തേതിൽ ലോ എന്നും വെക്കുന്നു. ഇനി സ്വിച്ച് ഓണായി ഓഫ് ആവുക, അഥവാ ലൈറ്റ് കത്തിക്കിടുന്നതിന് ഇടയിൽ ഒരല്പം സാവകാശം വെച്ചാൽ മാത്രമാണ് അത് നമുക്ക് കൃത്യമായ ദൃശ്യാനുഭവം നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിനിടയിൽ ഒരു വെയിറ്റ് എന്ന് പറയുന്ന അഥവാ സമയത്തിൻ്റെ ഒരു ഇടവേള നൽകുക എന്നുള്ളതാണ്. കൺട്രോൾ ടാബിൽ വരിക, വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് ആദ്യം സ്വിച്ച് ഓൺ ആയതിനു ശേഷം അടുത്ത നിർദ്ദേശമായിട്ട് നൽകുക. അതിവിടെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റാച്ച്ഡ് ആയിക്കോളും. വീണ്ടും നമ്മൾ ചെയ്യുന്നത് LED ലൈറ്റ് ഓഫ് ആവാനുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. വീണ്ടും ഒരു തവണ കൂടി നമ്മൾ വെയിറ്റ് കൊണ്ടുവന്നാൽ മാത്രമാണ് ആ ലൂപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്കാവുകയുള്ളൂ. ഇപ്പോൾ കോഡുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് 4 അവർ ലൂപ്പിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ കോഡ് ബ്ലോക്കിലാണ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ടത്. താഴെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ അത് ഡിറ്റാച്ച് ആയിട്ട് അതിൽ നിന്ന് വേർതിരിഞ്ഞ് പോരുകയാണ് ചെയ്യുള്ളൂ. ഏറ്റവും ആദ്യത്തെ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 4 അവർ ലൂപ്പിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ
അവിടെ ഒരു ചെറിയ ഷാഡോ സെലക്ഷൻ വരുന്ന കാണാം. അപ്പോൾ ഒന്ന് നമ്മൾ ക്ലിക്ക് റിലീസ് ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ കോഡുകളായി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ അവിടെ LED ലൈറ്റ് മിന്നി കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ വേഗത വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണായി ഓഫാവുന്നതിന് ഇടയിലുള്ള സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് വെയിറ്റ് എന്ന് പറയുന്നത് 0.5 എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറ്റുകയും വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ മിന്നിക്കത്തുന്നത് കാണാം. ശ്രദ്ധിക്കേണ്ടത് ഓരോ തവണയും നമ്മളൊന്ന് സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയിട്ട് കോഡിൽ ചേഞ്ച് വരുത്തുന്നതാണ് നല്ലത്. മറ്റത് ചിലപ്പോൾ പ്രവർത്തിക്കുന്നതിൽ തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കോമൺ ആയിട്ട് വരുന്ന ചില തെറ്റുകൾ കൂടിയുണ്ട്. അത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചേർക്കുന്നതാണ്. എല്ലാവരും അതുകൂടി ഒന്ന് കാണുക. കണക്ഷൻസിലും ഓർഡിനോ ബോർഡിലേക്ക് കോഡുകൾ നൽകുന്നതിലും സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകളാണ് അതിൽ പറയുന്നത്. ജനുവരി മാസത്തിൽ മോഡൽ എക്സാമും ഫെബ്രുവരി മാസത്തിൽ SSLC IT എക്സാമും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. വളരെ കൃത്യമായി തന്നെ ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നേടാവുന്ന ഒരു ഭാഗം തന്നെയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്.